ഒരാൾക്ക് നോട്ടറസ്റ്റ് കിട്ടി. മറ്റൊരു രാഹുലൻ ഈ ജയിലറയ്ക്കുള്ളിൽ ഇങ്ങനെ ഇരുമ്പ് കമ്പി പിടിച്ച് നിരാഹാരമൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് രണ്ടാമതും കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ വിട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിയും പോസ്റ്റിലും രാഹുലിന് വേണ്ടി ഇനിയും ശബ്ദിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട പോസ്റ്റെല്ലാം പിൻവലിക്കാൻ ലേലു അല്ലി എന്ന് പറഞ്ഞിരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ കറിയുണ്ട്, 2 ദിവസം ചിക്കൻ കറിയുണ്ട്, മീൻ കറിയുണ്ട്. പക്ഷേ പുളിക്ക് ഓടാൻ പറ്റത്തില്ലല്ലോ. ഇവൻ ഇന്നലെ മണമടിച്ച് വിശന്നിവിടെ ഇരിക്കില്ലേ? ഇത് വേണമെന്ന് പറയാൻ പറ്റുമോ? നാണക്കേളെ. അടിയന്തരമായി അടുത്ത അധ്യയന വർഷം തൊട്ട് കേരള ഗാന്ധി എന്നത് കേളപ്പനല്ല രാഹുൽ ഈശ്വരനാണ് എന്നുള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ട് സിലബസ് പരിഷ്കരിക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഒരാൾക്ക് നോട്ടറസ്റ്റ് കിട്ടി. മറ്റൊരു രാഹുലൻ ഈ ജയിലറയ്ക്കുള്ളിൽ ഇങ്ങനെ ഇരുമ്പ് കമ്പി പിടിച്ച് നിരാഹാരമൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് രണ്ടാമതും കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. രാഹുൽ ഈശ്വരൻ്റെ ഭാവി എന്താവും? അല്ല, രാഹുൽ ഈശ്വരൻ്റെ ഭാവിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതൊരു ക്രൂര വിനോദമാണ്. സിബിയുടെ ഒരു സാഡിസ്റ്റ് മെൻറ്റാലിറ്റി ആയിട്ടേ ഞാൻ പറയുള്ളൂ. കാരണം ഒരുത്തൻ്റെ രാഷ്ട്രീയ ഭാവി ശരിയാക്കി കളഞ്ഞു. അത് മാത്രമല്ല, രാഷ്ട്രീയ ഭാവി മാത്രമല്ല, അവനിനി ആ ഏർപ്പാടിന് കേരളത്തിൽ പെൺപിള്ളേരെ കിട്ടാത്ത അവസ്ഥയിലുമായി. അവൻ ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന ആ വേട്ടയ്ക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിലോ പിന്നെ താല്പര്യമുള്ള ഉണ്ടാവത്തില്ല, അങ്ങനെ പോകത്തില്ല. കാരണം എന്ന് വെച്ചാൽ സുരക്ഷിതമല്ലാതെ ഇത്തരം ബന്ധങ്ങളിൽ ഒരുപാട് പ്രാവശ്യം പോയ ഒരാളെ അടുത്തേക്ക് പോകത്തില്ല. കാരണം പല രോഗവും പിടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് കേരളത്തിൽ നടക്കത്തില്ല. ഇനിയിപ്പോൾ അത്യാവശ്യം പുറത്തു കൊല്ലം പോയിട്ടൊക്കെ എവിടെയൊക്കെ നടക്കേണ്ടി വരും. റെയിൽവേ സ്റ്റേഷനിലോ അവിടെ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോകേണ്ടി വരും എന്നുള്ളൊരവസ്ഥയിലേക്ക് കേരളത്തിന് പുറത്ത് മലയാളികളായിട്ടുള്ള ആരെയും കിട്ടത്തില്ല അതുപോലും. അപ്പം അതവിടെ നിൽക്കുക. അപ്പോഴാണ് മറ്റൊരു കാര്യത്തിൽ ഇപ്പോൾ എന്തായിരുന്നാലും ഇതിനകത്തുള്ളൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ എവിടെ ഉണ്ടാക്കിയ ഗർഭത്തിൻ്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു ചരിത്ര സംഭവം. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിബി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവൻ സ്വയം സെലിബ്രിറ്റിയാണ് എന്ന് കരുതിയായിരുന്നു. നമുക്ക് ആദ്യം അറിയാം ഇവനൊന്നുമല്ല. കാരണം ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ്. ഒരു മുട്ട് സൂചി കൊണ്ട് കുത്തിയാൽ ആ കാറ്റ് പോയാൽ കഴിഞ്ഞു പോയി, വെറും ബലൂണാണ്. പിന്നെ ആ സാധനം ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല, അത് വേസ്റ്റാണ്. എയറിലാണ് നിൽക്കുന്നത്. ഇതകത്ത് കാറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇപ്പം അവന് തന്നെ ബോധ്യമാവുന്നു. ഇപ്പം അങ്ങനെ അവൻ കരുതി ആകുമ്പോൾ ഭയങ്കര പബ്ലിക് ഫിഗറാണ്. അവൻ തന്നെ അവൻ്റെ പ്രൊഫൈലിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന എന്തൊക്കെയോ ഒരുപാട് സാധനങ്ങൾ. നമ്മുടെ മാധ്യമരംഗത്ത് ഒരാൾ വന്നിട്ട് എഴുതിയ പോലെ തന്നെ സ്ട്രാറ്റജിസ്റ്റ് മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം പ്രൊഫൈൽ അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള സംഭവമാണ്. അവരുടെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ആ തൊപ്പി എന്ന് പറഞ്ഞ ആളെയോ അല്ലെങ്കിൽ ആ നമ്മുടെ പയ്യന്മാരുണ്ടല്ലോ, നമ്മൾ ആലൻ ജോസും അല്ലെങ്കിൽ ആറട്ടനൊക്കെ, ഇവരെയൊക്കെ ആണെങ്കിൽ പോലും ഒന്നല്ലെങ്കിൽ ഇപ്പോൾ ആ പിള്ളേരെ പിടിച്ചിട്ട് ഞാൻ നമ്മൾ പോകും ചിലപ്പോൾ. സന്തോഷം വർക്കിയ ആലൻ ജോസിനെ പിടിച്ചു നമ്മൾ പോകും. കാരണം നമ്മളോട് എപ്പോഴും ചേട്ടാന്ന് വിളിച്ച സ്നേഹത്തോടെ നിൽക്കുന്ന പിള്ളേർ നമ്മൾ അവന്മാരുടെ അടുത്ത് പറയാനുള്ളത് വ്യക്തിപരമായിട്ട് ഉപദേശിക്കാറുള്ളൂ. അവരെ ഒരിക്കലും സമൂഹ മധ്യത്തിൽ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരൊക്കെ അകത്ത് പോയാൽ ഞാൻ പറഞ്ഞ 10 അവർ കാണാൻ പോകുന്നേ, ആത്മബന്ധങ്ങളുണ്ടെന്നേ ഒക്കെ ഉണ്ടെന്നേ. ഇവനെ കാണാൻ ആരാ പോയ? സ്വന്തം ഭാര്യയ്ക്ക് പോയി ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി വന്നു. പിന്നെ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഇതിനേക്കാളും വലിയ ക്രിക്കറ്റ് അയാൾ. ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഞാൻ ഇനിയും പോസ്റ്റിലോ എന്നാണ് പറഞ്ഞത്. കോടതിയിൽ വിട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഇനിയും പോസ്റ്റിലും രാഹുലിന് വേണ്ടി ഇനിയും ശബ്ദിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് പോസ്റ്റിലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ട പോസ്റ്റെല്ലാം പിൻവലിക്കാൻ ലേലു അല്ലി എന്ന് പറഞ്ഞിരിക്കുക. അതായത് 1994 തോന്നുന്നത് തേന്മാവിൻ കുമ്മത്ത് എന്ന് പറയുന്ന സിനിമ. ആ സിനിമയ്ക്കകത്തെ ആ മുത്തുഗൗ എന്നുള്ള വാക്കുണ്ടല്ലോ, മുത്തുഗൗ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ ലേലു അല്ലി മരത്തെ കെട്ടിലും ലേലു അല്ലി എന്ന് പറഞ്ഞ പോലെ കോടതിയുടെ മുമ്പിൽ ലേലു അല്ലി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എല്ലെങ്കിലും കട്ടടിച്ച് വിടണേ, ഞാനങ്ങ് പോയിക്കോളാം. കാരണം അപ്പുറത്ത് മട്ടൻ കറിയും ഒക്കെ, ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ കറിയുണ്ട്, 2 ദിവസം ചിക്കൻ കറിയുണ്ട്, മീൻ കറിയുണ്ട്. പക്ഷെ പുളിക്ക് ഓടാൻ പറ്റത്തില്ലല്ലോ. ഇവൻ ഇന്നലെ മണമടിച്ച് വിശന്നിവിടെ ഇരിക്കില്ലേ? ഇത് വേണമെന്ന് പറയാൻ പറ്റുമോ? നാണക്കേളെ. സാമ്പാർ. ഇതിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. ഇവൻ്റെ മനോനിലയാണ് പരിശോധിക്കേണ്ടത്. ഞാൻ പല ഡോക്ടർമാരടുത്തും പോയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ എനിക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളത്, ഒരുപാട് നല്ല കോൺടാക്ട്സ് ഉണ്ട് സൈക്കാട്രിസ്റ്റുകളുമായിട്ട്. എന്നെക്കാളും വലിയൊരു വട്ടനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് ട്രംപിനെയാണ് ഞാൻ കണ്ടത്. എനിക്ക് ഏറ്റവും വലിയ വട്ടം എഴുതിയിരുന്നു. അപ്പം എന്നെക്കാളും വലിയൊരു വട്ടമുള്ള ആൾ ട്രംപാണ്. ഡൊണാൾഡ് ട്രംപിനേക്കാളും വലിയ വട്ടനെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. വട്ടറുമാണ്, പൊട്ടനുമാണ്. ട്രംപ് പൊട്ടനല്ല, ഇവൻ പൊട്ടനുമാണ്. കാരണം ഇവൻ ഒരേ സമയം 2 കോടതികളിൽ ജാമ്യ ഹർജി കൊടുത്തു. ഒരു കോടതിയിൽ സത്യവാങ്മൂലം കൊടുക്കും, അതിൻ്റെ കൂടെ അഫിഡാവിറ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വേറെ കോടതികളിലൊന്നും ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലെന്നാണ്. ഇവനത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരേ സ്ഥലത്ത് ഒരേ കോടതിയിലെ 2 ബെഞ്ചുകളിൽ 2 ഹർജി കൊടുത്തിരിക്കുക. അത് കൊടുത്തിരിക്കുന്നത് ജില്ലാ സെഷൻസ് കോടതിയിലും അതേപോലെ തന്നെ അഡീഷണൽ സെഷൻസ് മജിസ്ട്രേറ്റ് കോടതിയിലും 2ഇടത്തും കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് തന്നെ പ്രശ്നമാണ്. അത് ഇവരുടെ വക്കീൽ വേണ്ടി പണി കൊടുത്തായിരിക്കും. അല്ലെന്നേ, ഇന്ത്യൻ ബാർ കൗൺസിലിന് കത്തയക്കണം. കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ അറിയാത്ത 2 പ്രാഥമികമായിട്ടുള്ള നിയമത്തിൻ്റെ ABCD അറിയത്തില്ല എന്നുള്ളത് മനസ്സിലായില്ലേ? കാരണം ഏറ്റവും
പിന്നെ പ്രൈമറി ആയിട്ടുള്ള കാര്യം പോലും അറിയാത്ത ആളാണ് ഇവന് വേണ്ടിയിട്ട് വക്കീലായിട്ട് ചെന്നിരിക്കുന്നത്. അപ്പം നാട്ടുകാർ തിരിഞ്ഞു നോക്കുന്നില്ല, കിട്ടിയ വക്കീലായേക്കാളും ഈ നമ്പച്ചയ്ക്ക് കൂട്ടം മരപ്പെട്ടി എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു ഇതാണ്. അപ്പോൾ പോലീസ് പറഞ്ഞേക്കുന്നത് ഇവർ അന്വേഷണമായിട്ട് സഹകരിക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ എന്തായി, ജാമ്യം നിഷേധിച്ചു കോടതി. ജാമ്യം നിശ്ചയിച്ചു. കാരണം ഭൂലോക മഠയത്ര കാണിച്ചു. പോലീസ് പറഞ്ഞ അന്വേഷണമായിട്ട് അവൻ സഹകരിക്കുന്നില്ല, കസ്റ്റഡിയിൽ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം സഹകരിക്കുന്നില്ല, ഇവൻ അവിടെ കിടന്ന് അഭ്യാസം കാണിച്ച് കോപ്രായം കാണിച്ചുകൊണ്ടിരിക്കുക. പണ്ടാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം പൊട്ടിക്കാം. ഇപ്പോൾ ഈ CCTV ഉള്ളവരുടെ പോലീസുകാരുടെ അവസ്ഥ കഷ്ടമാണ്. കാരണം മോനെ പാല് തരാം, മുട്ടായി തരാം, നീ സത്യം പറ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പറയുമോ? നമ്മൾ ഈ പോലീസ് മർദ്ദനം എന്നൊക്കെ പറയുന്നിടത്ത് ചിലയിടത്ത് രണ്ടെണ്ണം കൊടുക്കാതെ ഒന്നും ഒരുത്തനെ കൊണ്ട് ചിലപ്പോൾ ഒരു കൊലപാതക കേസിലെ പ്രതിയാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും പിന്നെ മോശ കേസിലെ പ്രതിയാണെങ്കിലും അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇവർ ചിലപ്പോൾ എയർ ക്യാമ്പിലൊക്കെ കൊണ്ടുപോകുന്നത്. കാര്യം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകും എവിടെ ഒന്നും ചെയ്യാൻ വയ്യ, ഒരു കാര്യം ചെയ്യാൻ വയ്യ. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നമ്മൾ പോലീസിനെ എല്ലാത്തിനും കുറ്റമറ്റ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ കൊടുക്കണം, പെട കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. എത്ര കേസ് നമ്മുടെയൊക്കെ പേരിലുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് വരെ പോലീസ് സ്റ്റേഷനിൽ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, മാന്യമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. അത് ഇന്ന് വരെയുള്ള എക്സ്പീരിയൻസ്. പിന്നെ അത് കരുതിയിട്ട് നീ ആരാടാ ചോദിക്കാൻ, ഇന്നലെ ഞാൻ കാസർഗോഡ് സാലം മാറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ പോലീസുകാരനാണെങ്കിൽ ഞാൻ അപ്പം കൊടുക്കട്ടെ. അപ്പോൾ അത് വേറെ. അപ്പോൾ ചിലവരുടെ അടുത്ത് മര്യാദയ്ക്ക് അന്വേഷണമായിട്ട് സഹകരിക്കാത്തവനൊക്കെ ചിലപ്പോൾ രണ്ടെണ്ണം കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ പഴയ കാലത്തെ പ്രാകൃതമായ രീതികളോടോ ഉരുട്ടിക്കൊലയോടോ ഒന്നും യോജിക്കുകയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള രീതിയിലേക്കൊന്നും പോലീസ് പോകാൻ പാടില്ല. പക്ഷേ അന്വേഷണവുമായിട്ട് സഹകരിക്കാത്തവനെ കൊണ്ട് സത്യം ചിലപ്പോൾ തത്ത പറയിപ്പിക്കുന്ന പോലെ പറയിപ്പിക്കാനുള്ള ചില പ്രയോഗങ്ങളൊക്കെ നടത്തുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പോയിട്ട് സാർ അങ്ങ് ദയവായി സത്യം പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ CIO അല്ലെങ്കിൽ DYSPയോ പിന്നെ അല്ലെങ്കിൽ സാധാ സിവിൽ പോലീസ് ഓഫീസേഴ്സ് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും, സഹകരിക്കുക, ഏതെങ്കിലും കേസ് തെളിയുമോ? അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ മനസാക്ഷി കുത്തുകൊണ്ട് ചിലർ സ്വയം പോയിട്ട് കീഴടങ്ങി പറയുന്നവരുണ്ട്. ചില കൊലപാതകം രാജഭവനത് വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഇപ്പം രാഹുൽ ഈശ്വറിന് ഇപ്പം ജാമ്യമില്ല. ഇനി ജാമ്യം കിട്ടണമെങ്കിൽ തന്നെ ഫോർമാലിറ്റീസ് എത്രത്തോളം വലുതാണെന്നറിയോ? ഇനി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകണം, അതിനുശേഷം പിന്നീട് പോലീസ് റിപ്പോർട്ട് പോകണം, ഒരു 2 റിമാൻഡും കൂടി വീണ്ടും ഈ രാഹുൽ ഈശ്വറിൻ്റെ തലയിലേക്ക് വീഴും. അത് കഴിഞ്ഞാൽ മിക്കവാറും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് രാഹുൽ ഈശ്വർ പുറത്തു വരികയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു രീതി. അല്ല, അതിൻ്റെ വിഷയമുണ്ട്. അതിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ന്യൂ ഇയർ ഒക്കെ ജയിലിലും സെലിബ്രേറ്റ് ചെയ്യുന്ന ചെറുതായിട്ട്. ഈ ന്യൂ ഇയറും ക്രിസ്മസിലും ഒക്കെ ഈ ബാക്കിയുള്ള ജയിൽ തടവുകാരുടെ ഒരു സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൂടുണ്ടാകും. ഇവനല്ലേ കൂടെ കിടക്കുന്നേ, ഇവനെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്തുവാ? എന്ത് ന്യൂ ഇയർ ഈ കോപ്പ് അടുത്ത് കിടക്കുകയല്ലേ? ഇവന് ജാമ്യം കിട്ടണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കും ജയിലിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അവർക്കാണെങ്കിൽ അവർക്ക് ന്യൂസ് ഒന്നും കാണാൻ മാർഗ്ഗമില്ല. അവർ വാർഡന്മാരോട് അതിലെ കൂടെ പോകുമ്പോൾ ചോദിക്കും, സാറേ എന്തായി, അവന് ജാമ്യം കിട്ടിയോ? ഇല്ല, നിഷേധിച്ചൊന്ന് കേൾക്കുമ്പോൾ ഇന്നിപ്പോൾ അവിടെ ശോകമുഖമായിരിക്കും അന്തരീക്ഷം. കാരണം തിരിച്ച് അങ്ങോട്ടായി മുതൽ ജയിലിൽ നിന്ന് ഇതിനെ സഹിക്കണ്ടേ എന്നിട്ട് അവസ്ഥ. ഇനിയിപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ CNN BBC-യിലൊക്കെ ഉള്ള കണക്ഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാരണം അത് മാത്രമല്ല UN-ന്റെ ഭാഗമായിട്ട് UN-ന്റെ ഇപ്പം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. അതേപോലെ തന്നെ UN-ന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ പിന്നെ മെൻസ് കമ്മീഷൻ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം കൊണ്ടുവരികയും അത് UN ഐക്യരാഷ്ട്രസമിതി അംഗീകരിക്കുകയും അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായി ഒരുപക്ഷെ ഇന്ത്യക്കാരൻ വരികയും ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ UN-ന്റെ അധ്യക്ഷനാവാൻ വേണ്ടി ശശി തരൂരിനെ നമ്മൾ സ്ഥാനാർത്ഥിയൊക്കെങ്കിലും നടന്നില്ല. അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം അത് മാത്രമല്ല, ഇവൻ്റെ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ചിലപ്പോൾ കാരണം ഇവന് ട്രംപും ഇവനും തമ്മിൽ മാച്ച് ആവുമല്ലോ. ട്രംപിൻ്റെ അതേ കാറ്റഗറിയാണ്, വായിത്തൊന്നെല്ലാം വിളിച്ചു പറയും. തീർച്ചയായിട്ടും ട്രംപിനും പട്ടുണ്ട് ഇവനും പട്ടുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെച്ച് ചിലപ്പോൾ ട്രംപിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള ഇടപെടൽ ഇപ്പോൾ ട്രംപ് മോദിയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യറിയൊക്കെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാമെന്നേ. ഫൈനൽ ഇനിയിപ്പോൾ അവൻ്റെ മുമ്പിലുള്ള മാർഗ്ഗം അതേ ഉള്ളൂ. ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് വീണ്ടും കൊണ്ടുപോയി കഴിഞ്ഞാൽ പോലീസിന് ഇനി ചക്കരെ മുത്തേ മോനെ രാഹുൽ ഈശ്വര എന്നൊന്നും പറഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും ഉണ്ടാവത്തില്ല. രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തു. അതായത് ഇരയെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടേക്കുന്നത്. അല്ല, ഇവൻ പുറത്തിറങ്ങിയ ആദ്യം ചെയ്യുന്ന യൂട്യൂബിൽ പിന്നെ ജഡ്ജിയെ വിമർശിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ കോടതികൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കോടതികളെല്ലാം മോശമാണ്, ഇപ്പോൾ പെണ്ണുങ്ങളെല്ലാം മോശമാണെന്ന് പറയുന്നത്. കോടതികളെല്ലാം ഞാൻ പറയുന്ന സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നില്ല എന്നോ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നുള്ളതല്ല. അങ്ങനെ ചെയ്യുന്ന ഈ നിയമത്തെ പിന്നെ മലിനമസമാക്കുന്ന ഈ നിയമ പിന്നെ വ്യവസ്ഥയ്ക്കകത്ത് അതിനെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരുപാട് വൃത്തികെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കതിലെ എക്സ്പീരിയൻസ് നമുക്കതിലെ കേസുകളുണ്ട്. പിന്നെ ഞാൻ ഈ പെൺകുട്ടിയോട് എനിക്കൊരു സഹതാപമൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഭാര്യ ദീപയോട്. ഇപ്പം സഹതാപമൊന്നുമില്ല. ഇപ്പോഴും രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ന്യായീകരിക്കാം. അതിനെ ന്യായീകരിക്കാതിരിക്കണ്ടേ? അവളെ ഭർത്താവ് എന്നുള്ള രീതിയിൽ വിഷമമുണ്ടോ, അതിനകത്ത് വരും, അത് വേറെ കാര്യങ്ങൾ. അത് വേറെ, അതിന് ബെയിൽ ആപ്ലിക്കേഷനായിട്ട് പോകുന്നു, ഭക്ഷണം എത്തിക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ. പക്ഷേ ഇരയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള പരോക്ഷമായ സൂചനകൾ ദീപയുടെ വായിന്ന് വന്നിട്ടുണ്ട്. ലെറ്റ് ദം സഫർ, അത്ര എനിക്ക് പറയാനുള്ളൂ. ഒരു കരുണ എനിക്ക് തോന്നുന്നില്ല. ഇവനൊക്കെ ജയിലിൽ കിടക്കുക നല്ലത്. എന്തായിരുന്നാലും കേരള ഗാന്ധി എന്ന് പറയുന്ന പദവി കേളപ്പനായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. കേളപ്പന് കൊടുത്ത ഔദ്യോഗികമായിട്ട് കൊടുത്തിട്ടുള്ള ആ പിന്നെ വിശേഷണം പിൻവലിച്ചുകൊണ്ട് ഇങ്ങനെ നിരാഹാര സമരം നടത്തിയിട്ടുള്ള
രാഹുൽ ഈശ്വറിന് കേരള ഗാന്ധി എന്ന കെ കേളപ്പനൊക്കെ എവിടെ കിടക്കുന്നു? കേരളപ്പനൊന്നും രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ ഒന്നുമല്ല. ആധുനിക കാലത്തെ കേരളത്തിലെ കേരള ഗാന്ധി എന്ന് പറയാവുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ ഈശ്വർ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഭക്ഷണം കഴിക്കാത്തതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ചിലയിടത്ത് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നന്ദി ഉണ്ടേ എന്ന് പറഞ്ഞിട്ട് 100 രൂപ കിട്ടി ബോധിച്ചു നന്ദി ഉണ്ടേ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എനിക്ക് പറയാനുള്ളത് നന്ദി ഉണ്ടേ എന്നാണ് രാഹുൽ ഈശ്വറിനോട് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ നികുതി പണം അവന് മട്ടൺ വാങ്ങിക്കഴിച്ചിട്ടും ചിക്കൻ വാങ്ങിക്കഴിച്ചിട്ടും ചെലവഴിക്കാതിരുന്നതിനകത്ത് കേരളീയ സമൂഹത്തിനോട് നന്ദി പറയുക തന്നെയാണ് വേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ സിലബസ് പരിഷ്കരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എനിക്ക് പറയാനുള്ളത്, ശിവൻകുട്ടി സിലബസ് പരിഷ്കരിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുകയും അടിയന്തരമായി അടുത്ത അധ്യയന വർഷം തൊട്ട് കേരള ഗാന്ധി എന്നത് കേളപ്പനല്ല രാഹുൽ ഈശ്വറിനാണ് എന്നുള്ളത് ഉൾപ്പെടുത്തിക്കൊണ്ട് സിലബസ് പരിഷ്കരിക്കണം എന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്ക് സിബിയുടെ അത്രയും സാഡിസ്റ്റ് മെൻറ്റാലിറ്റി ഇല്ല. ഈ വീട് കിടക്കുന്നതിനെ ശവത്തിൽ ഇങ്ങനെ കുത്തി ഉള്ള പരിപാടി കലാപരിപാടി അവസാനിപ്പിക്കും. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ദാറ്റ്സ്